ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പപ്പി, ഒരു ഡോഗ് നമ്മൾ വളർത്തുകയാണെങ്കിൽ വീട്ടിൽ അത്യാവശ്യമായിട്ടുണ്ടാവേണ്ട കുറച്ച് സാധനങ്ങൾ, നെസസറി ആയിട്ടുണ്ടാവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മളെ ഡോഗ് ഹസ്കി ബ്രീഡ് അല്ലെങ്കിൽ ഈ ഹെയറൊക്കെ ഉള്ള ടൈപ്പ് ബ്രീഡാണെങ്കിൽ മസ്റ്റായിട്ട് അവർ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഹെയർ ഡ്രയർ. അപ്പോൾ ഇതും ഞാൻ അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് ഓഫേഴ്സ് അനുസരിച്ചിട്ടാണ് വാങ്ങിയത്. ഷോപ്പിൽ നിന്ന് വാങ്ങുക വെച്ചാൽ നല്ല കറക്റ്റ് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇത് 2 ബൗൾസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ട ഒരു സാധനമാണ് കെന്നൽ വാഷ്. ഇത് പല ഫ്രാഗ്രൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. 500 ml 449 നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. പക്ഷേങ്കിൽ ഇത് ഫ്ലിപ്കാർട്ട് ഓഫറിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ കെന്നൽ വാഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലോർ ക്ലീനിങ്, പിന്നെ അവർ കൂട്ടിലിടുന്നതെന്ന് വെച്ചാൽ കൂട് കഴുകാനും, പിന്നെ അവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെ പെനോയിൽ അല്ല നമ്മളെ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനേഴ്സ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനത്തെ കെന്നൽ വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സേഫാണ്. അപ്പം ഈ ടൈപ്പ് സേഫ് ഫോർ ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. സോ കെന്നൽ വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫ്ലോർ ക്ലീനിങ്ങിനും കൂട് കഴുകാനൊക്കെ. പിന്നെ അവർ കുളിക്കുന്നേരം ഞാൻ ഹിമാലയേൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് തീരാനായി ഈ ഷാമ്പു ആണ്. കുളിക്കുമ്പോൾ നമ്മളെ നോർമൽ ഷോപ്പൊന്നും യൂസ് ചെയ്യരുത്, നമ്മളെ ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ഇപ്പോൾ രണ്ടാമത്തെ ആണ് കേട്ടോ. ഫസ്റ്റത്തത് ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് അതിനെ ഒരു പൂപ്പൽ പോലെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തായാലും മാറ്റി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇത് സെക്കൻഡ് ടൈം വാങ്ങിയിട്ടുള്ളതാണ്. ബ്രഷ് ഇതിൽ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഇതിൽ ഷാമ്പു ഒഴിച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. പിന്നെ അവിടെ ബ്രഷാണ്. പേസ്റ്റ് ഉണ്ടായിരുന്നു, പേസ്റ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വരുന്ന വൂണ്ട് കെയർ ആണ്. പെട്ടെന്ന് എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രേ. അതുപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്നത്, ഇതാണ് തീരാനായത്, ഈ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പ്രേ ആണിത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിൽ പെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ടിക്സെറ്റ്, ഇത് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ യൂസ് ചെയ്ത് 100 ഗ്രാമാണ്. അപ്പോൾ ടിക്സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ ദിവസവും ഈ പൗഡർ യൂസ് ചെയ്തിട്ട് ഇത് ആയുർവേദിക് പ്രോഡക്റ്റാണ്. അപ്പം കെമിക്കൽസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു ടിക്സെറ്റിൻ്റെ തന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ചതാണ്. അപ്പം ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ടിക്സിനൊക്കെ പൗഡർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. ഈ കോമ്പും ഇതും സെക്കൻഡ് ടൈം, ഇതൊക്കെ ഞാൻ സെക്കൻഡ് ടൈം വാങ്ങിച്ചതാണ്. അപ്പം ഈ കോമ്പും ആ കോമ്പും യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് വാരി കൊടുക്കുക. പിന്നെ ഈ സ്പ്രേ ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ പൗഡർ യൂസ് ചെയ്യും, ഇടയ്ക്ക് ഈ സ്പ്രേ യൂസ് ചെയ്യും. അങ്ങനെ മാറിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പോഞ്ച്, നമ്മളെന്തെങ്കിലും മുറിവൊക്കെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി പോലെയൊക്കെ തോന്നുന്ന സമയത്ത് ഒന്നെങ്കിൽ സ്പ്രേ അല്ലെങ്കിൽ ഇതുപോലത്തെ പേസ്റ്റ് അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് മരുന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവൾ മെയിനായിട്ട് കൊടുക്കുന്നതാണ് ഇത് ഹെയർ ഫോളിന് ഇതിൻ്റേതായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അഡ്വാൻസ് ഈ മൾട്ടി ന്യൂട്രിയൻസ് യൂസ് ചെയ്യുന്നതെന്നുള്ള സാധനം, സിറപ്പ് സപ്ലിമെൻ്ററി. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യമാണ്. സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ ഓൾറെഡി ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഇതിലാണ് നമ്മൾ അളവെടുക്കുന്നത്. പിന്നെ ചെറിയ പപ്പി ആയിരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തതാണിത്, സിറിഞ്ച്. എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് വായിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഈ സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കൽ. പിന്നെ നെയിൽ കട്ട് ചെയ്യണം. എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട നെയിൽ കട്ടേഴ്സ്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ ഹെയർ ഗ്രോത്ത് വരുന്ന ആ സ്ഥലത്തൊക്കെ നമ്മൾ സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നീറ്റായിട്ട് അവരെ ട്രിം ചെയ്ത് കൊണ്ടുനടക്കണം. പിന്നെ ഫുഡ് ഐറ്റംസ്, ഇപ്പം ഇതാണ് മോസ്റ്റ്ലി ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവർക്ക് കോമൺലി കൊടുക്കുന്ന ബിസ്ക്കറ്റ്. ഇത് ഓഫറിൽ വാങ്ങിച്ചതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്.
ഈ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നതാണ് ഈ കാൽഷ്യം മിൽക്ക് ബോണ്. അത് നമ്മളെ എല്ല് പോലെ തന്നെ ബോൺസ് പോലെ തന്നെ ഉണ്ടാകുന്നൊരു സാധനമാണ് കാൽഷ്യം മിൽക്ക് ബോണ്. അപ്പോൾ ഇതും യൂസ് ചെയ്യാം. ഇതാണ് അപ്പോൾ ഇത് ലിയോ കഴിക്കുന്ന നമുക്കൊരു അത്ര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളെ ഡോഗ്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ലിയോ എൻ്റെ കുഞ്ഞുശേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബോൺസ് കഴിക്കാൻ. ഉള്ള ബിസ്ക്കറ്റും ഉള്ള ബോൺസൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയുന്നതൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഒന്നും വാങ്ങിയാൽ പക്ഷെ കഴിക്കില്ല, ഡോഗ്സ് കഴിക്കില്ല. പക്ഷേ ലിയോണ അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ നമ്മൾ നോർമലി വീട്ടിലുണ്ടാകുന്ന ഹോം ഫുഡും കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫുഡ്സ് നമ്മൾ ഈ ബിസ്ക്കറ്റ്സൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ബോൺസ് കൊടുക്കുന്ന സമയത്ത് ചിലർ പറയും മീൻസ് പല്ല് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അത്ര ഹാർഡല്ല, പക്ഷേ എല്ലാ ബോൺസിലുള്ള എല്ലാ കാൽഷ്യവും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ബോൺസ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുകയും ചെയ്യുക. ആ ഒരു ഷേപ്പിലാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ പപ്പീസിനും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.